ദൈവത്തിന്റെ പരിശുദ്ധ മദ്ബഹായിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടി പ്രവേശിക്കേണ്ടതാവുന്നു. ദൈവത്തിന്റെ ആലയത്തിലേക്കുള്ള നിന്റെ പ്രവേശനം നിഗളത്തോടും പ്രശംസയോടും അസൂയയോടും ശത്രുതയോടും ആയിരിക്കരുത്. എന്നാലോ ശരീരരക്തങ്ങളുടെ സാദൃശ്യത്തിൽ ദിവ്യരഹസ്യങ്ങൾ പിടിപ്പാൻ ദൈവത്തിന്റെ നേരുള്ള പട്ടക്കാർക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം മനോവിനയത്തോടും വെടുപ്പോടും കൂടി നീ പ്രവേശിക്കണം. ഒറൈത്ത എന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ അന്യ അഗ്നിക്ക് ധൂപം വെച്ച 250 പട്ടക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രകാരം ആത്മീയ കൽപ്പനകൾ മറുത്ത് ദിവ്യരഹസ്യങ്ങൾ അനേകർ കടന്ന് പിടിച്ചിട്ടുണ്ട്. ദൈവത്തിനു മുമ്പാകെ ധൂപം വയ്ക്കുവാൻ അവർ പ്രവേശിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെയും അവരുടെ ധൂപവർഗ്ഗങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞു. വീണ്ടും അഹറോന്റെ മക്കളായ നാദാബും അബീഹുവും ദൈവത്തിന്റെ കൽപ്രകാരം നടക്കാതെ അഹങ്കാരത്തോടെ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. വീണ്ടും ഇസ്രായേൽ രാജാവായ ഊസിയ കർത്താവിന്റെ മുമ്പാകെ ധൂപം വയ്ക്കുവാൻ നിഗളത്തോടുകൂടി അഹങ്കരിക്കുകയും ഉടൻ തന്നെ കുഷ്ഠം പിടിക്കുകയും ചെയ്തു. നേരുള്ള പട്ടക്കാരാൽ അവൻ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കർത്താവിന്റെ കോപം നിന്റെ മേലുണ്ടാകാതിരിപ്പാൻ നിഗളത്തോടുകൂടി ദൈവത്തിന്റെ വിശുദ്ധ മദ്ബഹായിലേക്ക് അഹങ്കരിച്ച് നീ പ്രവേശിക്കരുത്. വീണ്ടും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നിന്റെ തല അനാവരണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മദ്ബഹായിലേക്ക് നീ പ്രവേശിക്കരുത്. ഹൈമിനിക്ക കൂടാതെ പട്ടക്കാർ മദ്ബഹായിൽ പ്രവേശിക്കരുത്. ഒരു വിശ്വാസിയുടെ മേൽ അവന്റെ ശക്തിക്ക് അപ്പുറമായ പ്രായശ്ചിത്തം നിശ്ചയിക്കരുത്. എന്നാൽ മുഖപക്ഷം കൂടാതെ ശരിയായ ന്യായവിധി നടത്തുകയും വേണം. ആത്മീയ ന്യായസ്ഥലത്ത് പണം, അതായത് കൈക്കൂലി വാങ്ങരുത്. എന്തെന്നാൽ നീ സത്യസന്ധനായ ന്യായാധിപതി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. കൈക്കൂലിയോ ജ്ഞാനികളുടെ കണ്ണുകളെ കുരുടാക്കുകയും കുരുടൻ കുരുടനെ വഴികാട്ടുന്നുവെങ്കിൽ ഇരുവരും ഒരു കുഴിയിൽ തന്നെ വീഴുമെന്ന വചനം നിങ്ങളിൽ നിറവേറപ്പെടുകയും ചെയ്യും. നിനക്കായി നിശ്ചയിച്ചിരിക്കുന്നതായ പള്ളി ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുവാനും കലക്കം ഉണ്ടാക്കുവാനും നിനക്ക് ദൈവത്തിൽ നിന്ന് അധികാരം ഇല്ല. ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ കൽപ്പന കൂടാതെ പട്ടക്കാരൻ ആയിട്ട് ദൈവത്തിന്റെ മദ്ബഹായിൽ ഒരുവനും ശുശ്രൂഷിക്കരുത്. മദ്ബഹായിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ മശിഹായുടെ തിരുശരീര രക്തങ്ങളെ അല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ചന്തസ്ഥലത്തോ തെരുവീതികളിലോ നീ ഭക്ഷിക്കുകയോ നടക്കുകയോ അരുത്. സംഘങ്ങളിൽ വെച്ചോ മദ്യഷാപ്പുകളിൽ വെച്ചോ വീഞ്ഞും മദ്യവും കുടിക്കുകയോ അയോഗ്യമായി മദ്ബഹായിൽ കയറുകയോ ചെയ്യരുത്. നിന്നെ പറ്റി തന്നെ നിഗളത്തോട് ചിന്തിച്ച് പ്രസാദിക്കരുത്. ലൗകിക അധികാരികളും കാര്യസ്ഥന്മാരുമെന്ന പോലെ ക്ഷണികമായ ഈ ലോകത്തിൽ നീ തലവനാകരുത്. നിന്നോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുമെങ്കിൽ അതിനാൽ നാം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളതായ സകലത്തിൽ നീ യോഗ്യനായി തീരുകയും നേരുള്ള പട്ടക്കാരനെന്ന് നീ വിളിക്കപ്പെടുകയും ചെയ്യും. അപ്രകാരമല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൂടെ നീ ഉത്തരം പറയേണ്ടി വരികയും നിന്നിൽ നിന്ന് ഞാൻ വേർപെട്ടിരിക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സകലവും നീ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിന്റെ പട്ടക്കാരനെന്ന് നീ അറിയപ്പെടും. ദൈവമായ കർത്താവിനോട് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു, സകല ശിക്ഷയിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ. യോഗ്യമാകുന്ന പ്രകാരം തന്നെ സേവിപ്പാനായി ശക്തിയും സഹായവും താൻ നിനക്ക് നൽകട്ടെ. നീ പ്രാപിച്ചിട്ടുള്ളതായ ഈ ആചാര്യത്വ പദവി മൂലം നിനക്ക് മുഖപ്രസന്നതയുണ്ടാവുകയും നിന്നെ അലട്ടുന്നതായ തെറ്റുകളിൽ നിന്നും നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവായ മർത്തമറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും തന്നെ